ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇന്ന് വൃശ്ചികം 1 അയ്യനെ കാണാൻ വൻ ഭക്തജന പ്രവാഹം. സൗദിയിൽ ഉംറ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് കത്തി 42 പേർക്ക് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. ഇന്ന് വൃശ്ചികം 1 അയ്യനെ കാണാൻ വൻ ഭക്തജന പ്രവാഹം. ശബരിമല മണ്ഡലകാലത്തിന് ഇന്ന് തുടക്കമായി. ഇന്നലെ നട തുറന്നു. മല ചവിട്ടാൻ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. ഇന്ന് മുതൽ ദിനംപ്രതി 90,000 ഭക്തർക്ക് ദർശനം നടത്താം. ഈ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത്. വലിയ തിരക്ക് തന്നെയാണുള്ളത്. ഈ മണ്ഡലകാലത്ത് എങ്ങനെയായിരിക്കുമോ തിരക്ക് രൂപപ്പെടുക എന്നതിന്റെ സൂചന ആദ്യ ദിവസത്തിൽ തന്നെ അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. ഇന്നലെ സാധാരണഗതിയിൽ 10,000 പേരെയാണ് വരിക എന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് അതിന് 30,000 എന്നൊരു കണക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് 55,000 പേരാണ് ഇന്നലെ മാത്രം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്ത് എത്രമാത്രം തിരക്ക് അനുഭവപ്പെടാം എന്ന് സൂചന നമുക്ക് വ്യക്തമാണ്. പുലർച്ചെ 3 മണിയോടെ ED പ്രസാദ് നമ്പൂതിരി നട തുറന്നു. വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ അടിയന്തര സൗകര്യങ്ങൾ വരെ ഒരുക്കാൻ വൈകിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പമ്പയിലെ തിരക്ക് അനുസരിച്ചായിരിക്കും നിലവിൽ KSRTC ബസ് നിലയ്ക്കലിൽ നിന്ന് സർവീസ് നിയന്ത്രിക്കുക. വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സൗദിയിൽ ഉംറ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് കത്തി 42 പേർക്ക് ദാരുണാന്ത്യം. ഹൈദരാബാദ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ ബസ്സിന് തീ പിടിക്കുകയായിരുന്നു. 20 സ്ത്രീകളും 11 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടും. 43 പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 സംഭവം. ബദറിനും മദീനയ്ക്കും ഇടയിലുള്ള മുഫറാഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. വിശാലമായുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയായിരുന്നു ഇത്. ഇവിടെ വെച്ചാണ് യാത്രാ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചത്. ഇന്ത്യൻ സമയം രാത്രി 1:30 അപകടമുണ്ടായത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഉംറ തീർത്ഥാടകർക്കാണ് ബസ്സിൽ വെച്ച് അപകടമുണ്ടായത്. മദീനയിൽ നിന്നും 160 കിലോമീറ്റർ അകലെ മുഹറാസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം. അതേസമയം ബസ്സിൽ എത്ര പേർ ഉണ്ടായിരുന്നതായി ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. 11 സ്ത്രീകളും 10 കുട്ടികളും മരിച്ചെന്നാണ് അനൌദ്യോഗികമായ വിവരം. സിവിൽ ഡിഫൻസും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതിനാൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായും വിവരമുണ്ട്. നിലവിൽ ഇന്ത്യൻ ഏജൻസിയും ഉംറ ഏജൻസികളും അപകടത്തിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദില്ലി ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയാണെന്ന് NIA സംഘത്തിന്റെ കണ്ടെത്തൽ. ചാവേറായ ഉമർ ഉൻ നബിയുമായി സ്ഫോടനത്തിന് പദ്ധതിയിട്ട അമീർ റാഷിദ് അലി എന്നയാളെ അന്വേഷണ സംഘം പിടികൂടി. ഇയാൾ ജമ്മു സ്വദേശിയാണ്. കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയാണ് അന്വേഷണ സംഘം. അമീർ റാഷിദ് അലി എന്ന ജമ്മു സ്വദേശിയുടെ അറസ്റ്റാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഇതോടുകൂടി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പദ്ധതി പുറത്തായിരിക്കുകയാണ്. അമീറാണ് ഉമറുമായി ഇത്തരത്തിൽ ദില്ലി ലക്ഷ്യം വെച്ച് സ്ഫോടനം നടത്താൻ നിർദ്ദേശവും ഒപ്പം ആവശ്യമായ സൗകര്യങ്ങളും നടത്തിക്കൊടുത്തത്. വാഹനം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് അമീർ ആണെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പങ്ക് വഹിച്ചത് അമീറും ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമറുമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമാണ്. അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ NIA നിരീക്ഷിച്ചു വരികയാണ്. ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ രാജ്യമെമ്പാടും തിരച്ചിൽ ഊർജിതമാണ്. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാനെത്തി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. സൗദിക്കുള്ള ആദരവായി കൂടിക്കാഴ്ച മാറുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് പ്രധാന അജണ്ട ഉണ്ടാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് സൗദി കിരീടാവകാശി വൈറ്റ് ഹൗസിൽ എത്തുമ്പോൾ ഒരുക്കുന്നത് മറക്കാനാകാത്ത സ്വീകരണമായിരിക്കുമെന്ന് ഉറപ്പ്. സൗദിക്കും കിരീടാവകാശിക്കുമുള്ള ആദരവായി ഈ സന്ദർശനം മാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സൗദി കിരീടാവകാശിയുടെ ഔദ്യോഗിക സന്ദർശനമാണിത്. മറ്റന്നാളാകും മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൗസിൽ എത്തുക. സൗദി കിരീടാവകാശിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അത്താഴ വിരുന്നൊരുക്കും. വമ്പൻ വ്യാപാര ചർച്ചകളും ഉണ്ടാകും. മാസങ്ങൾക്ക് മുമ്പ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ട്രംപ് നടത്തിയ സന്ദർശനത്തിൽ ബില്യൺ കണക്കിന് ഡോളർ കരാറുകളാണ് നടത്തിയത്. അമേരിക്കൻ വിപണിക്ക് തന്നെയാണിത് വലിയ ഊർജിതമാകുന്നത്. പുതിയ കൂടിക്കാഴ്ചയിലും സർപ്രൈസ് പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ. TP വധക്കേസിൽ പ്രതി ജ്യോതി ബാബുവിന് ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി.
ഇപ്പോൾ ഈ കേസിൽ കെ രമയുടെ ആവശ്യങ്ങളെ ശരിവെക്കുകയാണ് സുപ്രീം കോടതി. പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. കിഡ്നി സംബന്ധമായ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് ഈ കേസിലെ പ്രതിയായ ജ്യോതി ബാബു നേരത്തെ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയിരുന്നതാണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിശോധിച്ചപ്പോൾ കോടതി കെ രമയുടെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ രമ കോടതിയിൽ അറിയിക്കുന്നത് വലിയ രീതിയിലുള്ള ഇളവുകളാണ് സംസ്ഥാന സർക്കാർ പ്രതിക്ക് ഒരുക്കി കൊടുത്തത് എന്നതാണ്. മാത്രവുമല്ല, ഈ സംവിധാനങ്ങളെ പോലുള്ള വിശ്വാസം നഷ്ടമാകുന്ന രീതിയിലാണ് നടപടികൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്ന കാര്യവുമാണ് കെ രമ പറയുന്നത്. സമൂഹത്തിൽ തന്നെ തെറ്റായ പ്രചാരണമാണ് ഈ കേസിലൂടെ പ്രചരിപ്പിക്കുന്നതെന്നും പറയുന്നു. കഴിഞ്ഞ തവണ കോടതി ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാമ്യം നൽകുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ കാര്യം കോടതിയിൽ പരിഗണനയിൽ വന്നിരുന്നു. അതിലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി. ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ ജീവനക്കാരുടെ മൊഴി. സന്നിധാനത്ത് പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യം. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണെന്നും SITക്ക് മൊഴി നൽകി ശബരിമല ജീവനക്കാർ. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ ബന്ധത്തെ സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ SIT നീങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ വാസുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഒപ്പം പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ മൊഴി തുടങ്ങിയവ രേഖപ്പെടുത്തിയതിനു ശേഷം SIT സംഘം ഇന്നലെ സന്നിധാനത്തെ മറ്റ് പരിശോധനകൾ നടത്തുന്നതിനായി എത്തിയിരുന്നു. എന്തായാലും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഫോറൻസിക് തെളിവുകൾ, അതുപോലെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന് മുൻപായിട്ടാണ് ഇപ്പോൾ ഈ സാമ്പിളുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഴമുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെ പത്മകുമാറിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം BLO അനീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രത്യേക സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും കളക്ടർ അരുൺ K. വിജയൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. BLOമാരായ അംഗനവാടി അധ്യാപകരെ മാറ്റി നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷ് ജോർജ് BLO ആയി നിയമിച്ചതെന്നും കളക്ടർ പറഞ്ഞു. ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പ്രത്യേക സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും കളക്ടർ അരുൺ K. വിജയൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. BLOമാരായ അങ്കണവാടി അധ്യാപകരെ മാറ്റി നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷ് ജോർജ് BLO ആയി നിയമിച്ചത്. തുടർന്ന് SIRുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. 1065 ഫോമുകൾ നൽകിയതിൽ 825 എണ്ണം വിതരണം ചെയ്തു. 240 ഫോമുകൾ ശേഷിക്കുന്നു. നവംബർ 16 രാവിലെ പരിശോധിച്ചപ്പോൾ ബാക്കിയുള്ള ഫോമുകൾ ഇതിനകം വിതരണം ചെയ്തിരുന്നുവെങ്കിലും പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നതിനാൽ BLO വിതരണത്തിനായി 50 ഫോമുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് BLO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനാൽ ഈ ബൂത്തിലെ ഫോം വിതരണ ജോലികൾ തൃപ്തികരമായ തരത്തിൽ പുരോഗമിക്കുകയായിരുന്നു. ജില്ലയിലെ എല്ലാ BLOമാർക്കും SIR ചുമതല പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ജില്ലാ ഇലക്ഷൻ വിഭാഗം ഉറപ്പു നൽകി. ഫീൽഡ് തലത്തിലുള്ള എന്യൂമറേഷൻ ഫോം വിതരണ പ്രവർത്തനങ്ങളിൽ സുഗമമാക്കുന്നതിനായി റവന്യൂ വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ആവശ്യമായ സ്ഥലങ്ങളിൽ വിന്യസിപ്പിക്കുകയും ആവശ്യമായ സ്ഥലത്ത് വാഹന സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തു. 2025 നവംബർ 15 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഫോമുകൾ വിതരണം ചെയ്യുന്നതിൽ BLO സഹായിക്കുവാൻ വില്ലേജ് ഓഫീസർ അസിസ്റ്റന്റ് പ്രദീപൻ അനീഷ് ജോർജിനൊപ്പം പോയിരുന്നു. വൈകിട്ട് വരെ ഇദ്ദേഹത്തിനൊപ്പം കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്ന BLOക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതായി VFA റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവം നടന്ന ദിവസം രാവിലെ 8:45 ബാക്കിയുള്ള 240 ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് സഹായം ആവശ്യമുണ്ടെന്ന് അന്വേഷകൻ ബൂത്ത് ലെവൽ സൂപ്രണ്ടിന് ഷിജ BLOയെ ബന്ധപ്പെട്ടതായി റിപ്പോർട്ട്. ശേഖരിക്കുന്ന ജോലികൾ താൻ തന്നെ പൂർത്തിയാക്കുമെന്നും സഹായം ആവശ്യമില്ലെന്നും BLO അറിയിച്ചു. ഭരണപരമായ വീഴ്ചയില്ല. പെരിങ്ങോം പോലീസിന്റെയും പയ്യന്നൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെയും പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ബാഹ്യ പരിക്കുകളോ സംശയാസ്പദമായ സാഹചര്യങ്ങളോ ആത്മഹത്യക്കുറിപ്പോ കണ്ടെത്തിയിട്ടില്ല.
ഫോൺ രേഖകളുടെ ഔദ്യോഗിക ഇടപെടലുകളുടെയും പരിശോധനയിൽ സംഭവ ദിവസം ഇതിനു മുൻപോ ഒരു ഉദ്യോഗസ്ഥനും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. അടുത്തതൊരു കൗതുകമുള്ള വാർത്തയാണ്. പത്തനംതിട്ട മണിയാർ കട്ടച്ചിറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന എത്തി. നാട്ടുകാർ ആനയോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വമേധയെ കാട് കയറിയ ആന. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വളരെയധികം ആനശല്യമുള്ള ഒരു പ്രദേശമാണ് ഈ കടപ്പന മേഖല. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആന ഇറങ്ങുകയും ഒപ്പം പ്രദേശവാസികളുടെ വാഹനങ്ങൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ ഷെഡുകൾ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ആന ചെയ്തിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ കൗതുകകരമായ കാര്യം ഉണ്ടായിരിക്കുന്നത്. ആനയോട് ഇവിടെ നിന്ന് കയറി കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോ എന്ന രീതിയിൽ ആളുകൾ പറയുകയും അത് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്ത ഒരു ആനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നേരത്തെ മുതൽ തന്നെ ഈ ആനശല്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പില് കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോൾ വനം വകുപ്പിനെ ഈ പ്രദേശവാസികൾ കാത്തു നിൽക്കുന്നില്ല. ഇവരുടേതായ മാർഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈയിടെയായിട്ട് ഇവർ ശീലിച്ചു വരുന്നത്. ഈ ഒറ്റയാന്റെ ശല്യം പ്രദേശത്ത് ഇനിയും ഉണ്ടാകുമെന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് ഇനിയും കർശനമായി തന്നെ നടത്തും എന്ന കാര്യമാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചു. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് കൂട്ടക്കൊലക്കേസിൽ അവർ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. നിർണായകമായ വിധിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 3 കുറ്റങ്ങളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്നിരിക്കുന്നത്. മാനവികതയ്ക്ക് എതിരായ അതിക്രമം, ഒപ്പം തന്നെ അത് തടയാൻ ശ്രമിച്ചില്ല, പിന്നെ ബോധപൂർവം കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് കേസ്. ഈ 3 കുറ്റങ്ങളിലാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണെന്ന വിധി വന്നിരുന്നതാണ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനാണ് ഇപ്പോ കോടതി വധശിക്ഷ എന്നൊരു ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. DCC അധ്യക്ഷൻ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് ആരോപിച്ച് 24 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ KPCCക്ക് പരാതി നൽകി. എറണാകുളം ജില്ലയിലെ കീഴിമാട് ഡിവിഷനിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി വിഷയത്തെ ചൊല്ലി ഭിന്നത രൂപപ്പെട്ടത്. ഇത് കീഴിമാട് ഡിവിഷനിൽ പുതുമയുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കോർപ്പറേഷനിലും ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ചിലർ പാർട്ടി മാറുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നതാണ്. അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ കീഴ്മാട് ഡിവിഷനിലും പരസ്യമായി തന്നെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. DCC അധ്യക്ഷൻ ഏകപക്ഷീയമായി തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു എന്നുള്ളതാണ്. 24 സ്ഥാനാർത്ഥികൾ ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പരാതി ഇതില് അടിസ്ഥാനത്തിൽ പരാതി നേതൃത്വങ്ങളിലേക്കൊക്കെ നൽകുന്നത് ഇതൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും. അടിസ്ഥാനപരമായി ആരോപിക്കുന്നത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ള 3 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മറ്റൊരു വ്യക്തിയെ ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ TH മുസ്തഫയുടെ സഹോദരനും നിലവിൽ DCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള TH അബ്ദുൾ ജബ്ബാർ പരസ്യമായി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. എറണാകുളത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് ചാലക്കുടി MP ആയിട്ടുള്ള ബെന്നി ബെഹനാണെന്നും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ MLA നേതൃത്വത്തിലുമാണ്. ആലപ്പുഴ ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ സീലിംഗ് അടർന്നു വീണ അപകടം. എക്സ്റേ എടുക്കാനെത്തിയ യുവതിയുടെ ദേഹത്താണ് സീലിംഗ് അടർന്നു വീണത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ആറാട്ടുപുഴ സ്വദേശിനിയായ 29-കാരി ഹരിതയ്ക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്.
ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് ദന്തൽ ആശുപത്രിയിൽ സീലിംഗ് അടർന്നു വീണ് അപകടമുണ്ടായത്. ഇത് രോഗിയുടെ ദേഹത്താണ് വീണത് എന്നുള്ളതാണ്. എക്സ്റേ റൂമിന്റെ മുന്നിലാണ് അപകടം സംഭവിച്ചത്. ഈ എക്സ്റേ എടുക്കാൻ വന്ന ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള ഹരിതയ്ക്കാണ് അപകടമുണ്ടായത്. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ തലയിലാണ് ഇത് വീണത്. കാര്യമായ പൊട്ടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിസ്സാര പരിക്കുകളാണ് ഇവർക്ക് ഉള്ളത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഉള്ളത്. 3 മാസം മുമ്പ് പിടിപ്പിച്ച സീലിംഗ് ആണ് ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാൻ കാരണമായത്. ആതിരപ്പള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാറിനടിയിൽ കുടുങ്ങിയ ആളെ ഉൾപ്പെടെ 4 പേരെയും പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അതിരപ്പിള്ളിയിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 4 പേരായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാരും ഒപ്പം ഫയർഫോഴ്സും എത്തിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. ഇവരിപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 4 പേർക്കും ഇപ്പോൾ അതീവ ഗുരുതരമായി തന്നെ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അപകടം സംഭവിച്ച സ്ഥലത്ത് നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർ നേരെ പോയി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് കാറിന് അടിയിൽ കുടുങ്ങിയ ഒരാളെ എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിരപ്പള്ളി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അത്തരത്തിൽ വിനോദത്തിനെത്തിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ ചാല അമ്പലത്തിനടുത്ത് ദേശീയപാത 66-ൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസിലൂടെ തടസ്സം മറികടന്നോടിയ കാർ മേൽപ്പാലത്തിനും അടിപ്പാതയ്ക്കുമിടയിൽ കുടുങ്ങി. മണിക്കൂറുകൾക്കൊടുവിലെ പരിശ്രമത്തിലാണ് തൂങ്ങിക്കിടന്ന കാറിൽ ഉണ്ടായിരുന്ന ആളെ പുറത്തെടുത്തത്. കാർ ഓടിച്ച മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിക്കെതിരെ എടക്കാട് പോലീസ് കേസെടുത്തു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ചാലക്കവലയ്ക്ക് സമീപത്തെ മേൽപ്പാലത്തിൽ ആണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന വേളയിൽ പലയിടത്തും ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ വിവിധ രീതിയിൽ അഭ്യാസങ്ങൾ കാണിക്കാറുണ്ട്. അത്തരത്തിൽ പണി പൂർത്തിയാകാത്ത റോഡിലേക്കാണ് ഈ കാറ് കടന്ന് കയറിയത്. തലശ്ശേരി ഭാഗത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന വാഹനമായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ലാസിമാണ് വാഹനം ഓടിച്ചിരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ കയറുന്ന സ്ഥലത്തിലൂടെയാണ് വാഹനം മുകളിലേക്ക് കയറിയത്. പിന്നീട് ഈ മേൽപ്പാലത്തിൽ നിന്ന് മേൽപ്പാലങ്ങൾ തമ്മിൽ യോജിപ്പിക്കാത്ത ഒരു വിടവുണ്ട്. ആ വിടവിലൂടെ കാർ താഴേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം ഇവിടെ തങ്ങി നിന്നു. 20 മിനിറ്റോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി നാളെ കാണാം.